മലയാള സിനിമയെ കടും നിറത്തിൽ അടയാളപ്പെടുത്തിയ സംവിധായകൻ. കാൻ ചലച്ചിത്രമേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി 3 ചിത്രങ്ങൾക്ക് സെലക്ഷൻ നേടിയ ലോക സിനിമയിലെ അപൂർവം സംവിധായകരിൽ ഒരാൾ. ഇരുളും വെളിച്ചവും കലർന്ന ഫ്രെയിമുകളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ രൂപഭാവങ്ങൾ അഭ്രപാളിയിൽ സസൂക്ഷ്മം പകർത്തിവെച്ച ഛായാഗ്രാഹകൻ. ജി അരവിന്ദന്റെ ക്യാമറാമാൻ എന്ന നിലയിൽ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മക ഊർജം പകർന്ന ചലച്ചിത്ര പ്രതിഭ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. 70ഓളം ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും 31 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി. കാൻ ചലച്ചിത്രമേളയിൽ പാം ഡോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം, കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം, കുട്ടിശ്രാങ്ക്, സ്വപാനം, നിഷാദ്, ഓള് എന്നിവയാണ് പ്രധാന സിനിമകൾ. സംവിധാനത്തിന് 7 ദേശീയ പുരസ്കാരങ്ങളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 40ഓളം ചിത്രങ്ങളുടെ ഛായാഗ്രഹണം നിർവഹിച്ച് അദ്ദേഹം മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ അവാർഡും 3 സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട്. അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ നേടിത്തന്ന ശ്രീ ഷാജി എൻ കരുണിന് 2023 കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് നൽകി ആദരിക്കുന്നു. JC ഡാനിയൽ അവാർഡ് സമ്മാനിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 5 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സംവിധായകൻ ശ്രീ ഷാജി എൻ കരുണിനെ സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിൻ്റെ പേരിലുള്ള പരമോന്നത ചലച്ചിത്ര പുരസ്കാരം കേരള സംസ്ഥാന സർക്കാരിൻ്റെ സർവാദരം ഇന്ന് മലയാള സിനിമയുടെ യശസ് വാനോളം ഉയർത്തിയ ശ്രീ ഷാജി എൻ കരുണിന് സമർപ്പിക്കപ്പെടുകയാണ്. ഇത് കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളവും ഏറെ അഭിമാനാർഹമായ ഒരു നിമിഷം തന്നെയാണ്. Request everyone to be seated. That's a moment to celebrate the truly commendable life of a filmmaker who dedicated his life to cinema. ഇനി നമ്മൾ പുരസ്കാര സമർപ്പണത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി